മാറ്റം വന്നാൽ പഠിപ്പിച്ച നമ്മുടെ സാറ് പഠിപ്പിച്ചില്ലേ നമുക്ക് ആ ടീച്ചർ ഡാൻസ് പഠിച്ചില്ല ടീച്ചർ ഇവർക്ക് കൂടുതലായിട്ട് ഇവർക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വരും അവരെ പഠിപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി അവരിങ്ങനെ മാറ്റങ്ങളായിട്ട് വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സാറ് പ്രത്യേക നന്ദിയുണ്ട്. ഡാൻസ് കളിക്കും നല്ല പരിപാടിയായിരുന്നു. ഞങ്ങളുടെ കൂടിയ എല്ലാവർക്കും അമ്മമാർക്കും കുട്ടികൾക്കും ബാക്കി എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനി ഇതുപോലെ വീണ്ടും ഒരു ക്യാമ്പൊക്കെ വയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. എന്ന് പറയാനറിയില്ല, പക്ഷെ കുഴപ്പമില്ല. കുട്ടികൾക്ക് സന്തോഷമായിരുന്നു, അവർ ഹാപ്പി ആയിട്ടാണ് അവർ ഇവിടെ കളിച്ചത്. ഞാൻ 4 മണി വരെ ഇരിക്കുമോ, എനിക്ക് സംശയമായിരുന്നു ഇരിക്കുമോ ഇല്ലയെന്നുള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പറഞ്ഞിട്ടാണ് അല്ലാണ്ട് വാശി പിടിച്ചിട്ട് ഞാൻ തിരിച്ചു പോരുന്നുള്ളത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടാക്കിയില്ല. ഉച്ചയ്ക്ക് ചോറിന് കഴിച്ച് പോകണോ ചോദിച്ചാൽ വേണ്ട പോകണ്ട, നമുക്കത് കഴിഞ്ഞിട്ട് പോയാൽ മതിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. അവർ കളിച്ച് അവർ എൻജോയ് ചെയ്തു, അത് നമുക്ക് വേണ്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ വന്നിട്ട് അവർ വെറുതെ എത്തിയിട്ട് നമ്മൾ പോയിട്ട് കഴിഞ്ഞിരുന്നു. അത്ര നേരം ഇവിടെ കളിക്കുന്നു വിചാരിച്ചു. ഒന്നാമത്തെ കളിക്കാനൊരു ഇതില്ലാത്ത ആളാണ്, പക്ഷെ അവരുടെ ഹാപ്പിയായിട്ട് കളിച്ചു. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് അവർ എൻജോയ് ചെയ്യുക, അവർ തിരിച്ചു കൊണ്ടുപോകുക. കാരണം അതിന് കൂടുതൽ നമുക്ക് അവർ പരീക്ഷിക്കാൻ പറ്റില്ല. അവർ സന്തോഷമായിട്ട് ഇരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. സന്തോഷം അങ്ങോട്ട് കൊടുക്കും അമ്മയ്ക്ക്. ഇവിടെ ഒരു കുട്ടിയുടെ വേറൊരു കുട്ടിയുടെ അമ്മയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇതിൻ്റെ കാര്യം. അപ്പം തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, വരണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ മോനെ കുട്ടി വന്നു, ഇതൊക്കെ കണ്ടു, നല്ല സന്തോഷമായി. അവൻ പാട്ട് മാത്രം പാടുന്ന ആളാണ്. പക്ഷേ ഈ ഇവിടെ കിരൺ മാഷ് കളിക്കുമ്പോൾ പിന്നെ മറ്റേ വിനീത ടീച്ചറും അതെ ഒക്കെ പാടെ കളിക്കുമ്പോൾ അപ്പോൾ അവന് കളിക്കാൻ എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ എല്ലാ ടീച്ചറിനോടും ഈ സെൻ്ററിനോടും ഒക്കെ എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ ഒറ്റയ്ക്ക് വരുമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് വയ്യാത്തതുകൊണ്ട് എന്നാലും അവളെ കൊണ്ടുവന്നു. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. ഇനി ഇങ്ങനെ നല്ല പരിപാടി ഉണ്ടാകും. സന്തോഷം. അമ്മ അനിതി ടീച്ചർ അമ്മയുടെ അടുത്ത് കൊടുക്കും. ഞാൻ വല്ലപ്പുഴ ഗേൾസ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ആദ്യം തന്നെ വാണിയംകുളം പഞ്ചായത്തിനോടും ബഡ്സിനോടും ഇങ്ങനൊരു എഫേർട്ട് എടുത്തതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാൻ ഒരു ടീച്ചർ മാത്രമല്ല, ഞാനും ഇതേപോലൊരു അമ്മയാണ്. എനിക്കും ഉള്ളൊരു റിലീസോടായി ലെഫ്റ്റ് മൈൻഡാണ്, അപ്പോൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ടീച്ചറായാലും അമ്മയായാലും എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്തു. ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. ഇവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എന്തായാലും നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. വളരെ സന്തോഷമായി. കുറേ കുട്ടികളെ കാണാനും പേരൻസിനെ പരിചയപ്പെടാനും കഴിഞ്ഞു. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി. നീട്ടി കഴിഞ്ഞു. അത് സന്തോഷത്തിൻ്റെ കാഴ്ചയിലാണ്. മിനു നമുക്ക് ഡാൻസ് ഇറ്റ്സ് ഓക്കെ. വല്ലാതെ പറഞ്ഞ നോക്കിയപ്പോ അറിയില്ല. ടീച്ചർക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് പോലെ സന്തോഷം പരിപാടി നടത്തിയ ടീച്ചർക്കും അതുപോലെ ഗ്രാമപഞ്ചായത്തും നമ്മളെ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ഇതുപോലെ കുട്ടികൾ എൻജോയ് ചെയ്യുന്ന പരിപാടി ഇനി ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിലെ അവർക്ക് വേണ്ടിയിട്ടാണ്. സന്തോഷം ടീച്ചർക്കും അതിന്റെ നന്ദി അറിയിക്കും. ഇതേ ഇവിടെ ഇതേ എവിടെ ഇരിക്കണ്? ഞങ്ങളെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക്
ഇങ്ങോട്ടേക്ക് വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ടീച്ചറാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും ക്ഷണിച്ച് മെമ്പറും വരാൻ പറഞ്ഞിട്ട് ഞാൻ മോനെ കോളേജിൽ നിന്ന് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം, നന്ദി അറിയാം. ഇതാ രാമദാസിന്റെ അമ്മ. എൻ്റെ പേര് സുമതിയാണ്, ഹരിദാസൻ. അപ്പോൾ അവനെ എന്ത് പരിപാടി വെച്ചാലും എവിടെ വെച്ചാലും ഞാൻ പോകും. കാരണം എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ നോക്കലില്ല. പിന്നെ അവർക്ക് സന്തോഷം എവിടെ പോയി കളിച്ചാൽ. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ ഒരു പരിപാടി ഉണ്ടാകും. അവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങണം. അപ്പോൾ അന്ന് വലിയ കാര്യം വാങ്ങും. അപ്പോൾ ഇങ്ങനെ ഈ സ്കൂളിൽ കുട്ടികളെ എല്ലാവർക്കും കൂട്ടിയിട്ട് 6 മാസം കൊണ്ടെങ്കിൽ ഒരു പരിപാടി വെച്ചാൽ അവർക്ക് സന്തോഷം എല്ലാവർക്കും. എന്തായാലും നല്ല പരിപാടിയായിരുന്നു. ടീച്ചർമാർക്കും മാഷർക്കും എല്ലാവർക്കും. നമ്മുടെ ബഡ്സിലെ വാനംകുളം ബഡ്സിന്റെ നിലവിൽ കുട്ടികളെ കൊണ്ടുവരുന്ന ഡ്രൈവിംഗ് അതായത് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് രാജൻ ചേട്ടൻ. രാജൻ ചേട്ടനെ കുറിച്ച് മൈക്ക് കൊടുക്കും, എന്താ അഭിപ്രായം? കുട്ടികളെ കൊണ്ടുവരുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും അതുപോലെ നമ്മളിങ്ങനെ ഞങ്ങൾ ഈ പരിപാടി ഉണ്ടാകുമ്പോൾ രാജൻ ചേട്ടൻ ഞങ്ങളെ കൂടെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് കേട്ടോ. പറയാതെ വയ്യ. രക്ഷിതാക്കൾ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വിളിക്കാണ്ട് തന്നെ രാജൻ ചേട്ടൻ എല്ലാ കാര്യങ്ങൾക്കും നിന്നിട്ടുണ്ട്. അപ്പം ഒരു അഭിപ്രായം പറഞ്ഞു തരും. വാണിയംകുളം പഞ്ചായത്തിൽ ഇങ്ങനെ പരിപാടി നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റും SADC സൂപ്പർവൈസറും ടീച്ചറും എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ സാധിച്ചതിലും നമ്മളെ കുട്ടികളെ സമയത്ത് പോയി എടുത്ത് തിരിച്ചവരെ കൊണ്ടുവിടുന്നതിലും നല്ല ശ്രദ്ധയോടു കൂടിയാണ് ചെയ്യാറ്. ഇത്രയും പരിപാടി ഭംഗിയായി കൊണ്ട് നടത്താൻ പറ്റിയതിൽ എല്ലാവർക്കും സന്തോഷം. തുടർന്നും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്.